ഏറെക്കുറെ ഒരു 10-200 സബ്ജക്ട് ഒരു വാങ്ങിങ്ങനെ എന്തോ വര പോലെ ആണെന്നേടാ. എന്താ ഇല്ലാലോ. കാണില്ല സ്ട്രീമില് സൈഡിൽ ഒരു വര പോലെ ഇങ്ങനെ. പോയില്ലേ. പക്ഷെ അവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, എന്താ സാധനം? ഇതാകിത്തല്ലേ ഉള്ളൂ. യൂത്ത് ഓർണിട്ടൊക്കെ 33 ആയി. പുതിയ മാനേജർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, ഡിഫൻസ് ചെറിയ എന്താ പ്രശ്നം, ബാക്കിയൊക്കെ സെറ്റാണ്. ഫോർമേഷൻ ചേഞ്ച് ആക്കാനായില്ലേ ബ്രോ? ഞാൻ കുറെ മാറ്റിയതാ, എന്നിട്ട് പിന്നെ ഇതിലേക്ക് തന്നെ എനക്കെന്തോ ചേഞ്ച് ആക്കണം തോന്നിയില്ല. സ്ട്രീം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. ക്വാളിറ്റി കൂടുമ്പോഴത്തേക്ക് യൂസ് പറയാൻ കുറച്ചുകൊണ്ട് ചെയ്ത് എന്താ ഒന്നും തിരിയുന്നില്ല. ഉള്ള വ്യൂസ് മൊത്തം പോയിട്ടാളെ. രണ്ട് പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും ഇനി. ഇതിന് ഈ ബഗ്ഗഡ് പാസ് ഇടുന്ന ഞാൻ കറയായിട്ട് വെക്കുന്നത്. നമുക്ക് ഇങ്ങനെ വല്ല കളിച്ചാൽ പോരെ. പെലെ അടിയോ. എന്റെ പൊന്നാളി, നല്ല കളിയാലോ, നല്ല കളി. നോക്കാം കിട്ടും. സിമ്പിൾ ആയിട്ട് ഓടിക്കാലോ. മെസ്സി, വെരി ഗുഡ്. പിർലോ, പാസ് ബുസ്കറ്റ്സ്, മെസ്സി, എറ്റോ, ബാക്ക് ടു മെസ്സി. എടാ അങ്ങോട്ടല്ലടാ, എന്റെ പൊന്നെ, ഇത് എന്തെന്നാ കാലിലോട്ട് ആവിയായിട്ടല്ലേ പോന്ന ബോള്. എടാ അതെല്ലാം മുമ്പിലുണ്ടടാ. സുഖല്ല, നാളെ വരാം. അടിപൊളി. ചത്തുക്കുമ്പോഴുള്ള സപ്പോർട്ടാണ് വേണ്ടത്. പിർലോ, ശവ, പിർലോ, ടച്ച്, പെലെ, പെനാൽറ്റി. ലിങ്ക് പ്ലേ എന്താ ഇടാത്തത്? എടാ അത് ഇട്ടാല് ഡിഫൻസ് വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്താ അറിയില്ല, അത് ഇടുമ്പോ എല്ലാം ഡിഫൻസ് പൊട്ടുന്നെ. മനസ്സിലായതല്ലോ. എടാ അത് കണ്ടടാ, ടേണൊന്നും ചെയ്യുന്നില്ലടാ. അതാ ഞാൻ പറയുന്നത്, എന്തോ ഡിലേ ആണോ. ടേണൊന്നും ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞേ. എന്താ ചെയ്യാ മോനെ. കണ്ട, ഞാൻ ഒരു പാസ് ഇട്ടാലില്ല, ഐഫോണിന്റെ കുഴപ്പമാണത്. ഒരു പാസ് ഇട്ടാ അതിങ്ങനെ വെയിറ്റ് ചെയ്തിട്ടല്ലേ ആ പാസ് പോകുന്നുള്ളൂ. ഒരു ടച്ച് എടുക്കുന്നു. എനക്ക് അതാ തിരിയാത്തെ. ഇങ്ങനെ കുഴപ്പമില്ല, ഇത് അവിടെ ടൈം ഉണ്ടല്ലോ. ഇത് നമ്മള് മറ്റേ വൺ ടച്ച് പെട്ടെന്ന് കളിക്കൂലേ, അതിന് നമുക്ക് ടൈം കിട്ടുന്നില്ല. ഒരുമാതിരി വൃത്തികെട്ട പാസിങ്. മെസ്സി ഒരിക്കലും സെന്റർ അടിക്കല്ലേ. ചിക്ക ലെഗ് മൂവ്മെന്റ് നോക്ക്. എന്താ എങ്ങനെ മനസ്സിലാവും? അതൊന്നും ഇല്ലടാ. എന്റെ മിസ്റ്റേക്കാണത്.
കുട്ടിയിട്ട് അവിടെ പൊട്ടി എന്റെ പോയ രണ്ടിട്ട്. ഫെനോമൽ പാസിംഗ് കണ്ട സ്വന്തം ടീമാ. എല്ലാരും സെന്ററാണ് വെക്ക. ഹാൻസൻ കെ ബ്രോ വെൽക്കം ടു സ്ട്രീം. മിസ്റ്റേക്ക് ആണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലെഫ്റ്റ്. അത് പിന്നെ അത് മിസ്റ്റേക്ക് അല്ല, അത് അൺലക്കല്ലേ. നമുക്കറിയാലോ ഓപ്പോണന്റ് എങ്ങോട്ടോ. ഇപ്പൊ ലെഫ്റ്റിലേക്ക് ഒന്നും ഉള്ളിലേക്ക് ഗോളാവില്ല. ലെഫ്റ്റിലേക്ക് അടിച്ചാ ഇതെല്ലാം ഓപ്പോണന്റിന്റെ ആന്റി മൈൻഡ് സെറ്റ് പോലെ. മൈൻഡ് സെറ്റ് അല്ല, നമ്മളെ ലക്ക് പോലെ. അല്ല നിങ്ങൾ പറയാനല്ലേ. മൂവ്മെന്റ് നോക്കി ജയിക്കുക ജമ്പ് എങ്ങോട്ടെന്ന് അറിയാൻ പറ്റും. ഒരിക്കലുമില്ല. അങ്ങനെ കാണിക്കുന്നുണ്ട്. അതെല്ലാരും എന്നെ ചെയ്യുന്ന അറിയില്ലേ മണ്ടാ. അങ്ങനെ എല്ലാവർക്കും സേവ് ചെയ്യാൻ കഴിയൂലേ? അല്ല എല്ലാവർക്കും ഷൂട്ട് ഗോൾ അടിക്കാനില്ലേ? പെനാൽറ്റി ഈക്വൽസ് ലക്ക്. എക്സാക്ട്ലി. അത് റിയൽ ലൈഫിലായാലും അങ്ങനെ തന്നെ. പെനാൽറ്റിയിലും ലക്കിന്റെ കളിയാ, സ്കില്ലിന്റെ കളി. സെന്ററിലേക്ക് കളിക്കുന്നതാണ്. ഇതെന്ത് ബുദ്ധിയില്ലാത്തവരാണ് എന്റെ ടീമില്. ക്ലിയർലി ഞാൻ ഇത് സൈഡിലൊക്കെ ഉണ്ടാണ്ടേ. എന്തൊരു കഷ്ടമാണ്. നമ്മളിങ്ങനെ അടിക്കണ്ടേ ഇതിങ്ങനെ ഓപിച്ചാല്. ഞാൻ പറഞ്ഞ സംഭവം നമുക്കിപ്പോ നല്ല രീതിയിൽ പണിയാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഐഫോണിന്റെ പാസിങ്ങിന്റെ പ്രശ്നം. വെൽക്കം മാൻ. നെറ്റും വലിക്കുന്നില്ല. ഒരുമാതിരി 7 MS 50 MS ഉള്ള പോലെ കളിക്കുന്ന പ്ലേയേഴ്സ് ഒക്കെ. കളിക്കാൻ പറ്റാത്ത ധൈര്യം. വെൽക്കം. സിമ്പിളായിട്ട് ഓനിപ്പോ ഗോൾ അടിച്ചാണ്. നമ്മളെ പ്ലെയർ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും തോന്നുന്നുണ്ട്. ആ റണ്ണിന്റെ അടുത്ത് കൺട്രോൾ പോലും കിട്ടൂല പ്ലെയറിന്. എത്ര ആളെ കുറച്ചാണ് ബാക്കിൽ. സെന്ററിലേക്ക് അടിച്ചിട്ട് ഞാൻ വൈഡിലോട്ട് അടിച്ചപ്പോ എന്തെല്ലാം കാണുന്നറിയാം. അല്ലാണ്ട് ഒപ്പിക്കുന്നുണ്ട്. ഒരുത്തനെ പിടിച്ച് കവർ ചെയ്യുമ്പോ മറ്റേത് വേറെ എവിടെയെങ്കിലും ഓടിപ്പോണം. ഡിഫൻസ് ഒന്നുമില്ല സത്യം പറയാലോ. ഓന്റെ ആ പ്ലെയർ ബാക്കിലേക്ക് ഒന്ന് എടുക്കുന്ന കണ്ടാ. അന്റെ തുറാമിന് എത്ര സ്പീഡ് ഉണ്ട് അറിയാം. പക്ഷെ തിരിഞ്ഞു ഓടിയാ കിട്ടൂല. മാത്രം കമന്റ് ഇട്ടുകൊണ്ടെത്തുന്ന 48 ആള് വാച്ചിങ്. നിങ്ങൾക്കെന്നാ കാണാണ്ടൊന്നൂടെ? വാച്ചിങ് ഉണ്ടായിട്ട് കമന്റ് വരുന്നില്ല. ഒരുമാതിരി ഡ്രൈ ആയിട്ടാണോ? സങ്കടമുണ്ട് ഗൈസ്. എന്തെങ്കിലും പറയാം. കളി രസമില്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് വേണ്ട അതെന്തെങ്കിലും പറയാം. മുണ്ടാണ്ട് ഫോൺ ഇഷ്യൂ അല്ല, കണക്ടിവിറ്റി ഇഷ്യൂ ആണ്. ഒപ്പോണന്റും ഞാൻ ഐക്യു ന്യൂ 10 ന്യൂസ് ഗ്രാഫിക്സ് നല്ല സ്പീക്കിലൂടെ ഒക്കെ പെർഫെക്റ്റ് കളി സ്പീഡ് ആയിക്കഴിച്ചാല് ഈ സീന പാസിലാക്കി ഇന്നൊക്കെ അങ്ങനെയാടാ.
ഓപ്പോണന്റിന്റെ പ്രശ്നമൊന്നുമല്ല. ഓപ്പോണന്റ് ഒക്കെ സ്മൂത്തായിട്ട് കളിക്കും, നമുക്ക് മാത്രം കിട്ടിയില്ലായിരുന്നു. റാങ്ക് വിഷയമില്ലേ, ഇതൊരു റാങ്ക് വിഷയാണ്. ഇതാണ് മറ്റേ റാങ്ക് വിഷയെക്കാട്ടും കുറച്ച് വലുത്. തൊട്ട 3 ഗോളിനൊക്കെ പൊട്ടിക്കേ. ഒരു 5 at the back വന്നാൽ തന്നെ മുന്നൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉള്ള ഡിഫൻസ് ഒക്കെ. അറ്റാക്ക് ഒക്കെ അവൻ തുടങ്ങി അവന്റെ പണിയോടെ. ഒരിക്കൊക്കെ ഒരു സുഖ, ഒരു ഗോള് 2 ഗോളെല്ലാം ഇടയത് ഇങ്ങനെ ബാക്ക് പാസ് ഒക്കെ ഇട്ട് കളിക്കാൻ. ഇതിനുള്ള പൊസിഷൻ പ്ലേ എന്ന് പറയും ഇവര്. കാരണം ഞാൻ കൺട്രോൾ ചെയ്യുന്ന പ്ലെയർ അല്ലാണ്ടില്ലേ, വേറൊരു പ്ലെയർ ഒന്നും തൊടുന്നുമില്ല, ഒന്നും പറയുന്നില്ല, അവർ നോക്കുന്നുമില്ല. ഞാൻ ഒരാളെ കൺട്രോൾ ചെയ്ത് ആ പ്ലെയർ മാത്രമേ കളിക്കുള്ളൂ. വേറെ ബാക്കി ആർക്കും മറ്റേ മാൻ മാർക്കിംഗ് ഒന്നും പിടിക്കുന്നില്ല. അവനൊന്നും മാൻ മാർക്ക് ചെയ്യുന്നേ ഇല്ല. ഇത് ഞാൻ പറയുന്നത് എന്താണിതല്ലോ. ഒഴിവാക്കി എന്റെ CB ഒഴിവാക്കി അവിടെ. അവനൊക്കെ പോയിക്കോട്ടെ. അനക്കാ തിരിയാത്തെ. ആലോചിച്ച് നോക്കണേ, അവിടെ അങ്ങ് വിട്ടുവാ പോയിക്കോട്ടെ എന്നങ്ങ് പറയുന്ന കാര്യം. CB പവർ വെച്ച് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാനെന്താ ചെയ്യാ. മാൻ സ്വിച്ചിങ് ആണ്, മാനല്ല സെമി ഓട്ടോ. ഒരുമാതിരി ഡിലേ അടിക്കുന്ന പോലെയുള്ള കളി. പിന്നെ കളിക്കുന്നത് മാനുവൽ പോലെ തന്നെ കളിച്ചോണ്ട് തന്നെയാണ് ആസിഫ് കളിക്കുന്നത്. ടീം ഏതാ നിന്റെ? ബാർസ. 3-1 ലോസ്. നമ്മൾ 5 ഷോട്ട് 4 ടാർഗറ്റ് 3 സേവ്. അത് 2 ഗോൾ സേവ് ഒന്നും ചെയ്യില്ല. ഡിഫൻസ് എന്തെങ്കിലും ആക്കി ആക്കുന്ന തന്നെ വലിയ കാര്യമാണ്. 20 മൈനസ് തുടങ്ങിയെടുത്ത്